ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സ്വയം പരിശ്രമത്താൽ നിരവധി നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ. ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ജന്മരാശിയിൽ നിൽക്കുന്നതും പിന്നീടാണെങ്കിൽ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും എല്ലാം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാൽ 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് കേതു നിൽക്കുന്നത് കൊണ്ടും അഷ്ടമഭാവത്തിലാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീനശക്തി ഉള്ളത് കൊണ്ടും ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണ ക്രമീകരണങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കുറേയൊക്കെ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്ന സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലോ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി പരസ്പരം മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ. വിശേഷിച്ച് തൊഴിൽപരമായിട്ടും ലാഭകരമായിട്ടും ധനപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്ന സമയം കൂടിയാണ്. മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്ന സമയം കൂടിയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം, നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഒക്ടോബർ മാസം 20-ാം തീയതിക്ക് ശേഷം നീചരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കൂടാതെ ധനസന്താനകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിലോ അഷ്ടമഭാവത്തിൽ നിന്നുകൊണ്ട് 12ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ. അതുകൊണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും എല്ലാം വളരെ ഐശ്വര്യമായിട്ട് കാണും.